ഇവിടുത്തെ പ്രശ്നം മാറണമെങ്കിൽ ഈ വീട്ടിൽ മാത്രം പൂജ നടത്തിയാൽ മതിയാവും തോന്നുന്നില്ല. എന്തേ ഞാൻ ചോദിക്കാൻ വന്നേ, ഞാൻ പറയാം. നിന്നോടായതുകൊണ്ട് പറയുക, നമ്മുടെ സ്വാതി ഒരു പയ്യനുമായിട്ട് അടുപ്പത്തിലാണ്. അതാണേൽ അത്യാവശ്യം സ്ട്രോങ്ങും. ആരായിട്ടാ? നമുക്ക് പരിചയമുള്ള ആരെങ്കിലാണോ? നമ്മുടെ താഴേക്കാവി ശാന്തിക്ക് വരുന്ന സൂരജില്ലേ? സൂരജോ? ആ ചേട്ടാ, അവനെനിക്ക് നല്ലപോലെ അറിയാവുന്ന പയ്യനാ. ഒരു പാവം പിടിച്ചവനാ. കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ഏറ്റെടുത്തി. ആ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഇല്ലാത്തൊരു ഉത്തരവാദിത്വമൊക്കെ അവനുണ്ട്. മിടുക്കണ. പക്ഷേ ബന്ധം നോക്കുമ്പോ നിങ്ങളവിടെ കാര്യം പറഞ്ഞത് മനസ്സിലാക്കാൻ നോക്ക്. അത് ഏറ്റില്ലെങ്കിൽ എന്നോട് പറ. ഞാൻ അവനെ എങ്ങനെയെങ്കിലും ഇതിന്ന് ഊരിത്തരാം. അതിന് നീ പറഞ്ഞാൽ അവൻ കേൾക്കുവോ? ഞാൻ പറഞ്ഞ കേൾക്കും. നമ്മുടെ കൂട്ടർ അലഞ്ഞിട്ട് പോലും ഒരു വേർതിരിവില്ലാതെയാണ് നമ്മൾ താഴേക്കാവിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഈ നടത്താൻ ഉദ്ദേശിക്കുന്ന പുനരുദ്ധാരണം പോലും അങ്ങനെ നടന്നു. നമ്മുടെ നാട്ടിലത് ആചാരങ്ങൾ വരെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടം വരെ മതി, അതിൻ്റെ അപ്പുറത്തോട്ട് വേണ്ട. പിന്നെ തൽക്കാലം ഇത് വേറെ ആരോടും പറയാൻ നിൽക്കേണ്ട. അതെ, ഞാൻ നമ്മുടെ സുഭാഷിനോടൊന്ന് സൂചിപ്പിച്ചായിരുന്നു. കുഴപ്പമാവോ? തകർത്തു. എന്നാൽ പിന്നെ ചേട്ടന് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കാൻ പറ്റായിരുന്നു. വായിക്കാത്തവരെങ്കിലും അറിയാണ്ടിരുന്നേ. ഇനി അങ്ങോട്ട് ആരോടും പറയാൻ നിൽക്കേണ്ട. വിളിച്ചോളൂ ചേട്ടൻ കൂടെ. ഹലോ, എന്തു പറ്റി? ഏത് ഹോസ്പിറ്റൽ? ഞാൻ എത്തി. വന്നോട്ടെ, ഞാൻ പോയിട്ട് വരാം. എവിടെ പോകും? ഞാൻ വിളിക്കാം.